എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീഡിയോ സ്വാഗതം. ഞാൻ സ്കൂളിട്ട് വന്നു, ഞാൻ പോയി കുളിച്ച്. ഇന്നാണ് സുലേഗാന്റി ഇന്നാണ് വന്നായിരുന്നു. ഒരു കേക്ക് വന്നായിരുന്നു. ആ കേക്ക് കാണിച്ചാലാ? ക്രിസ്മസ് അല്ലേ ഇവിടെ എത്തിയില്ലേ? ന്യൂ ഇയറിനുള്ള കേക്കാണ് ആന്റി കൊണ്ടുതന്നത്. നേരത്തെ കൊണ്ടുതന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹ ദേവൂട്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ, അനുഗ്രഹ കേക്ക് മുറിക്കുകയാണ്. അപ്പൊ എന്നാലും എല്ലാരെയും കാണിച്ചുകൊണ്ട് മുറിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ്. മുറിച്ചോ? കത്തി അങ്ങനെയാണോ ഓടി പിടിക്കുന്നത്? അയ്യോ, പറ പ്ലേറ്റോ ഇതെല്ലാം കൂടെ ഇപ്പൊ വീഴുന്നതായിരിക്കും. മുറിക്കലും ഞെട്ടലും ഒരുമിച്ചായിരുന്നു. നോക്കിട്ട് വാ. ഇന്ന് കോമഡിയാണോ? ഹലോ. ബെല്ലടിച്ചത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ദൈവന്റെ കൂട്ടുകാരി കൊച്ചാണേ. അപ്പോ മുറിച്ച് എന്തായിന്നൊന്നും എനിക്കറിയില്ല. അയ്യോ സുലൈ ചേച്ചി കേക്ക് കാണിക്കുന്ന കാട്ടായം കണ്ടത് ഫ്രിഡ്ജിലായിരുന്നു. മറ്റേ ഇറച്ചി വെട്ടുകാരന്റെ കയ്യിൽ കേക്ക് കൊടുത്ത പോലെയുള്ള അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അത് ഓക്കെയാണ്, എടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇങ്ങനല്ല എഴുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക്. അത് കഴിച്ചു നോക്കട്ടെ. തണുപ്പ് നോക്കട്ടെ. കൊതി വരുന്നടി താടി. നീ അധികം തണുപ്പ് കഴിച്ചുകൂടാ, നിനക്ക് ജലദോഷം. നിനക്ക് ജലദോഷം ഉള്ളതാന്ന്. ഇത് വളരെ മോശമാണേ കേട്ടോ. തരുവോ? എടുത്തോട്ടെ. ക്യാമറ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണേ. അപ്പൊ ഇങ്ങോട്ട് നീങ്ങിക്ക തമ്പ്രാട്ടി. അപ്പൊ സാറില്ല കാലയാ. അപ്പൊ നിങ്ങൾ മാറടോ. ഇത് എന്ത് പരിപാടിയാ ദേവോ? നല്ല തണുപ്പാട്ടോ. എല്ലാരും പറഞ്ഞാലും 90K ആയ എന്റെ കേക്ക് മുറിക്കണമെന്ന്. അത് ഇതിൽ കൂടെ ഞങ്ങൾ നടത്തിയേ. എല്ലാവർക്കും ഉള്ള കേക്ക് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സുലൈ ചേച്ചി വന്നില്ലായിരുന്നോ? അന്ന് ചേച്ചി ന്യൂ ഇയറിനുള്ള കേക്കാന്ന് പറഞ്ഞ ദേവന് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തതാ. ഫ്രിഡ്ജിലായിരുന്നു. ഇറച്ചി വെട്ടുകാരൊക്കെ നമ്മളൊരു സ്കിറ്റ് കണ്ടില്ല. ഇത് എന്തൊക്കെയാ കാണിക്കുന്നേ? ഇറച്ചി വെട്ടുകാരെ കയ്യിൽ കേക്ക് കൊടുത്താൽ ഒരു കോമഡി ഉണ്ടായിരുന്നു, എങ്ങനെയാ വെട്ടാന്നുള്ളത്. അതുപോലെ ദൈവം കൂടെ കാണിച്ചു വെച്ച നല്ല കേക്കാം, അടിപൊളി. അപ്പൊ സുലൈ ചേച്ചി കേക്ക് കട്ട് ചെയ്തു. എല്ലാവർക്കുള്ള കേക്ക് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. തന്നില്ല, ചോദിച്ചില്ല എന്ന് പറയരുത്. പിന്നെന്താ പറ. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം നാളെ പരീക്ഷയാണ്. ജവനത് 1 മണിക്കൂർ പഠിപ്പിക്കാൻ പോവാ. ഇരുന്ന് അന്ന് പറ്റുള്ളൂ മോളെ. പറ പന. എന്നാലും പഠിക്കണം. അറിയാലോ, പറഞ്ഞേരായിരിക്കും. മിസ്സിന്റെ വിളിച്ച് പറയാൻ കേട്ടോ.
ദൈവമേ കയ്യൊന്നും മുറിക്കില്ല ദൈവം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഏതാക്കി വേറൊരു കേക്ക് കൂടെ കിട്ടിയില്ലായിരുന്നോ? അതാരും ഉണ്ടോന്നായിരുന്നോ? ഇതുപോലെ പ്ലം കേക്കാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മുറിച്ചിട്ട് നമ്മൾ കളിക്കാൻ വരുന്ന ദൈവന്റെ കൂട്ടുകാരികളെ വിളിച്ചു പറയാം, അയ്യോ ഞങ്ങൾ ഇതൊന്നും കഴിക്കൂല, ഞങ്ങൾക്ക് ക്രീം കേക്കാ പറ്റുള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ ദേവകുട്ടിക്ക് എന്ത് വെറുതെ അവർക്ക് എപ്പോഴെങ്കിലൊക്കെ പറയും അമ്മ കേക്ക് മേടിച്ചു തരുമെന്ന്. എന്നാലും ഞാൻ എപ്പോഴെങ്കിലും ഒരു ക്രീം കേക്ക് മേടിച്ചു തരും. അല്ലാതെ ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമൊന്നും ദേവകുട്ടി ചെയ്യില്ല. ദിവസം അപ്പൊ എല്ലാവർക്കും അമ്മ ദീപ്തിക്ക് കേക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. തനിയും ഉണ്ടാക്കി തരുന്നില്ല കേക്ക്? ഇപ്പൊ ഉണ്ടാക്കി തരൂലല്ലോ, പണ്ടത്തൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, പണ്ടത്തൊക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ. ഒരു പാട്ട് പാടിക്ക് ദേവോ. പൊത്തിച്ച് പാപമുണ്ടാവില്ല കയ്യിലും പാട്ട് പാടാം. ഞാൻ ഞാനില്ല പാട്ട് പാടാം. അതാ പിന്നെ ലൈവില് മാത്രം വന്നിരുന്ന് പാടുന്ന എന്തിനാ? ലൈവില് പാടണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്റെ ലൈവാണ്, നിന്റെ ലൈവില് ഞാൻ വരുന്നില്ലല്ലോ. നിന്റെ ലൈവില് നിന്റെ ചാനലിൽ ഞാൻ വരുന്നുണ്ടോ ലൈവ് ഇടാൻ? ഇല്ലല്ലോ. പിന്നെ വന്ന് നോർമൽ വീഡിയോ നിന്റെ ചാനലിൽ ഞാൻ ലൈവ് ഇടാൻ വരുന്നില്ല. എന്റെ ചാനലിൽ ലൈവ് ഇടുമ്പോ അവിടെ വന്ന് പാടാൻ ഞാൻ സമ്മതിക്കൂല. പാടുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പൈസ തരണം. അല്ല കണ്ടോ, ഉറങ്ങുന്ന അവിടെ കേട്ടെ. ഒരു പാട്ട് പഠിക്കുന്നോ? മോഹം കാക്ക കാക്ക പാട്. അതല്ല, കാക്ക 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 പറഞ്ഞാല് കാക്കേ കാക്കയല്ല, കാക്ക കാക്ക പറഞ്ഞാല് കാക്ക ക എന്ന് പറഞ്ഞാല് ക എന്നൊരക്ഷരം ഉണ്ട്. കാക്ക കാക്ക വിളിച്ചാല്